പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നിങ്ങൾ എല്ലാവർക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ എന്ന കോഴ്സിലെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം തന്നെ ഒരു സ്കിൽ കോഴ്സ് കൂടി പഠിക്കുവാൻ തീരുമാനിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്ത നിങ്ങൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് നമ്മൾ കോവിഡ് എന്ന മഹാമാരി മാറ്റിമറിച്ച ഒരു ജീവിതചര്യയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആദ്യമായി പറയട്ടെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ അനാവശ്യമായ യാത്രകളും ഒത്തുചേരലുകളും ഒഴിവാക്കി നിങ്ങൾ സുരക്ഷിതരായി ഇരിക്കുക. ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് അല്ലെ? AFD അഥവാ അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ എന്താണ് എന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? AFD എന്താണ് എന്നും എന്തൊക്കെയാണ് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത് എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ AFD എന്നത് സയൻസ് ഗ്രൂപ്പിലെ ഒരു കോഴ്സ് കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ED എന്നീ 5 വിഷയങ്ങളും നമ്മളുടെ വൊക്കേഷണൽ വിഷയമായ AFDയുടെ ഒപ്പം നിങ്ങൾ പഠിക്കുന്നു. എന്താണ് AFD? നിങ്ങൾക്ക് പരിചയമുണ്ടോ? കുറച്ചു പേർക്ക് അറിയാമായിരിക്കും അല്ലേ? NSQF അഥവാ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്ക്. ഈ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ നൈപുണികളെ, വൊക്കേഷണൽ സ്കില്ലുകളെ ഗ്രൂപ്പുകളായി വിവിധ സ്കിൽ സെക്ടറുകൾക്ക് കീഴിലായിട്ട് അണിനിരത്തിയിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ, ഹെൽത്ത് സെക്ടർ, എഞ്ചിനീയറിംഗ് സെക്ടർ മുതലായവ. ഇതിൽ അപ്പാരൽ, മേഡപ്സ് ആൻഡ് ഹോം ഫർണിഷിംഗ് എന്ന സെക്ടർ സ്കിൽ കൗൺസിലിന്റെ കീഴിൽ വരുന്ന AMHQ1210 എന്ന ജോബ് റോളാണ് അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ എന്നുള്ളത്. 1 മുതൽ 10 വരെയുള്ള വിവിധ തലങ്ങളിലുള്ള ജോബ് റോളുകളിൽ AFD എന്നത് ലെവൽ 4 എന്ന തലത്തിൽ വരുന്ന ജോബ് റോളാണ്. 2 വർഷത്തെ AFD കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ലെവൽ 4 സ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഇൻഡസ്ട്രിയിലെ വിവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് മേഖലയിലെ ജോലികൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളുള്ള ഫാഷൻ ആൻഡ് അപ്പാരൽ മേഖലയിൽ ജോലി നേടുവാൻ നിങ്ങളെ പര്യാപ്തരാക്കുന്ന ഒന്നാണ് AFD എന്ന ജോബ് റോൾ. ഇനി നമുക്ക് AFDയുടെ സിലബസ് എന്താണെന്ന് പരിചയപ്പെടാം. 11ാം ക്ലാസ്സിൽ വൊക്കേഷണൽ വിഷയവുമായി ബന്ധപ്പെട്ട് 4 ഭാഗങ്ങളാണ് ഉള്ളത്. പാർട്ട് A എംപ്ലോയബിലിറ്റി സ്കിൽസ്, പാർട്ട് B വൊക്കേഷണൽ സ്കിൽസ്, പാർട്ട് C പ്രാക്ടിക്കൽ വർക്ക്, പാർട്ട് D പ്രോജക്ട് വർക്ക് ഓർ ഫീൽഡ് വിസിറ്റ്. പാർട്ട് A എംപ്ലോയബിലിറ്റി സ്കിൽസില് 10 മാർക്സ്, പാർട്ട് B വൊക്കേഷണൽ സ്കില്ലിന് 40 മാർക്സ്, പാർട്ട് C പ്രാക്ടിക്കൽ വർക്കില് 35 മാർക്സ്, പാർട്ട് D പ്രോജക്ട് വർക്ക് ഓർ ഫീൽഡ് വിസിറ്റില് 15 മാർക്സ്. അങ്ങനെ നമ്മളുടെ ഈ സബ്ജക്റ്റിന് ടോട്ടൽ 100 മാർക്കാണ് 1ാം വർഷത്തിലുള്ളത്. ഇനി നമുക്ക് ഓരോ പാർട്ടും പരിചയപ്പെടാം. പാർട്ട് A എംപ്ലോയബിലിറ്റി സ്കിൽസ്. ഈ പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത് 5 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, യൂണിറ്റ് 2 സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ്, യൂണിറ്റ് 3 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ്, യൂണിറ്റ് 4 എന്റർപ്രണറിയൽ സ്കിൽസ്, യൂണിറ്റ് 5 ഗ്രീൻ സ്കിൽസ്. ഇതില് ഒന്നാമത് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഏത് മേഖലയിലായാലും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ്. എങ്ങനെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താം, വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. 2ാമത്തെ യൂണിറ്റ് സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ്. നമ്മുടെ ボディലാംഗ്വേജ്, സെൽഫ് എക്സ്പ്രഷൻ, ടീം ബിൽഡിങ്,
സെറ്റിംഗ് ആൻഡ് റീച്ചിങ് ഗോൾസ്, ടൈം മാനേജ്മെന്റ് മുതലായ കാര്യങ്ങളെല്ലാം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെടുന്നു. ICT അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ്. ഇന്ന് ലോകം IT-യുടെ പിന്നാലെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ഡെവലപ്മെന്റുകളാണ് ഈ മേഖലയിൽ നടക്കുന്നത്. എങ്ങനെ IT നമ്മുടെ ജോലി മേഖലയിൽ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താം, എന്തൊക്കെയാണ് അതിന് അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മുതലായവയെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടുന്നു. എന്റർപ്രണറിയൽ സ്കിൽസ്. സംരംഭകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവരെ വിജയത്തിലേക്ക് നയിക്കുന്ന ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് മുതലായ കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. അഞ്ചാമതായിട്ടുള്ള യൂണിറ്റ് ഗ്രീൻ സ്കിൽസ്. ഗ്രീൻ എക്കോണമി, റോൾ ഓഫ് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഏജൻസീസ് ഇൻ ഡെവലപ്പിംഗ് ഗ്രീൻ എക്കോണമി മുതലായവ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടുന്നു. ഈ പാർട്ട് എ എന്നുള്ളത് എല്ലാ വൊക്കേഷണൽ കോഴ്സിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ്. അടുത്തതായിട്ട് പാർട്ട് ബി, വൊക്കേഷണൽ സ്കിൽസ്. പാർട്ട് എയിലെ പോലെ തന്നെ 5 യൂണിറ്റുകളാണ് നമ്മൾക്ക് പാർട്ട് ബിയിലും പഠിക്കുവാനായിട്ട് ഉള്ളത്. ഇതില് ഒന്നാമത്തെ യൂണിറ്റ് പ്ലാനിംഗ് ആൻഡ് ഡിസൈനിങ് ഗാർമെന്റ് കളക്ഷൻ ഫോർ എ സീസൺ. അതിൽ വരുന്ന സബ് ടോപ്പിക്കുകള്, ഒന്നാമത് ഗാർമെന്റ് ഇൻഡസ്ട്രി. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഗാർമെന്റ് അഥവാ അപ്പാരൽ ഇൻഡസ്ട്രിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ വിവിധ സെക്ഷൻസ് ഏതൊക്കെയാണ്, അവയിൽ നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഗാർമെന്റ് ഇൻഡസ്ട്രി എന്നുള്ള സബ് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സബ് യൂണിറ്റ് ടെക്സ്റ്റൈൽ സയൻസ്. ഫൈബേഴ്സ്, യാൺസ് ആൻഡ് ഫാബ്രിക്സ്. വിവിധ തരത്തിലുള്ള ഫൈബേഴ്സ്, യാൺസ്, ഫാബ്രിക്സ്, ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ്, പ്രോസസിംഗ് മുതലായവയാണ് ടെക്സ്റ്റൈൽ സയൻസ് സബ് യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് വരുന്നത് ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് യൂസ്ഡ് ഇൻ ഗാർമെന്റ് മേക്കിംഗ് എന്നുള്ളതാണ്. ഏതൊരു ജോലിയുടെയും കാര്യക്ഷമത എന്നുള്ളത് അതിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ കൂടി ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് എക്വിപ്മെന്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നമ്മുടെ വർക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യുവാൻ സഹായിക്കുന്നു. അടുത്തത് മെഷർമെന്റ്സ് ആൻഡ് സൈസിംഗ് സിസ്റ്റംസ്. ഡിഫറെന്റ് ബോഡി മെഷർമെന്റ്സ്, ബോഡി ലാൻഡ്മാർക്സ്, സൈസിംഗ് സിസ്റ്റംസ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രെൻഡ്സ് ഇൻ ഗാർമെന്റ് ഇൻഡസ്ട്രി, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ എന്ന ടോപ്പിക്കുകളും ഫസ്റ്റ് യൂണിറ്റിന്റെ കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് പ്ലാനിംഗ് ആൻഡ് ഡിസൈനിങ് ഗാർമെന്റ് കളക്ഷൻ ഫോർ എ സീസൺ. രണ്ടാമത്തെ യൂണിറ്റ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളതാണ്. അതില് ആദ്യത്തെ സബ് ടോപ്പിക് ഡിസൈൻ ആൻഡ് ഫാഷൻ കൺസെപ്റ്റ്. ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് ഡിസൈൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ, ടൈപ്സ് ഓഫ് ഡിസൈൻ മുതലായവയും അതേപോലെ തന്നെ ഫാഷൻ കൺസെപ്റ്റ്, ഫാഷൻ സൈക്കിൾ എന്നിവയെല്ലാം ഫസ്റ്റ് സബ് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കും. രണ്ടാമത് പറയുന്നത് സർഫസ് ഓർണമെന്റേഷൻ ടെക്നിക്സ് എന്നുള്ളതാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും വസ്ത്രങ്ങളുടെ മോടി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് സർഫ് ഓർണമെന്റേഷൻ ടെക്നിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഫ്ലാറ്റ് സ്കെച്ചസ് ആൻഡ് ടെക്നിക്കൽ ഡ്രോയിങ്സ് എന്നുള്ളതാണ്. ഗാർമെന്റിന്റെ വിവിധ പാർട്ടുകളുടെ ഫ്ലാറ്റ് സ്കെച്ച് ആൻഡ് ഡ്രോയിങ്സ് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. പിന്നീട് വരുന്നത് ഗാർമെന്റിന് ആവശ്യമായിട്ടുള്ള പാറ്റേൺ ഡെവലപ്മെന്റ്, ഡിഫറെന്റ് പാറ്റേൺ ഡെവലപ്മെന്റ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് ഡിസൈൻ ഡെവലപ്മെന്റ് ടെക്നിക്സ് ആൻഡ് സാമ്പിൾസ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ 2 യൂണിറ്റ് 1-ലും യൂണിറ്റ് 2-ലും ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഡിസൈൻ എലമെന്റ്സ്, പ്രിൻസിപ്പിൾസ്, അതിന്റെ ഡ്രോയിങ്സ് ഇവയെല്ലാം പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യുക, ഒരു ഡിസൈൻ കളക്ഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന കാര്യം. അതേപോലെ ടെക് ബാക്ക്, അതിന്റെ കമ്പോണൻസ് ആൻഡ് ടെർമിനോളജീസ്, ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ടെക് ബാക്ക് ബേസ്ഡ് സാമ്പിൾസ് മുതലായവയെല്ലാം നമ്മൾ ഈ മൂന്നാമത്തെ യൂണിറ്റിലാണ് പഠിക്കുന്നത്. നമ്മൾക്ക് പഠിക്കാനുള്ള നാലാമത്തെ യൂണിറ്റ്
ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് പ്രാക്ടീസസ് ആപ്ലിക്കബിൾ അറ്റ് എ വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. നമ്മൾ എവിടെ ജോലി ചെയ്താലും അവിടുത്തെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സാധാരണ ഒരു വർക്ക് പ്ലേസിൽ കാണുന്ന പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അവിടെ എക്യുപ്മെന്റ്സിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് നോക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ 4ാമത്തെ യൂണിറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഹസാർഡ്സ് അറ്റ് വർക്ക് പ്ലേസ്, സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് എക്യുപ്മെന്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, environmental management procedures, security details, potential accidents and emergencies, safety measures at a workplace. ഇവയെല്ലാമാണ് യൂണിറ്റ് 4ലെ സബ് യൂണിറ്റുകൾ. അടുത്ത 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലീഗൽ, റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ റിക്വയർമെന്റ്സ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വാല്യൂസ്, അതേപോലെ കമ്പനി പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ദെയർ ബെനിഫിറ്റ്സ് എന്നുള്ളത്, ഒരു ടീം വർക്ക് ആൻഡ് സപ്പോർട്ട് ടു സൂപ്പർവൈസർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അതേപോലെ പ്ലാൻ ആൻഡ് മാനേജ് വർക്ക് റൂട്ടീൻസ് തുടങ്ങിയവയെല്ലാം ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഒരു ഇൻഡസ്ട്രിയുമായിട്ട്, ഒരു ബിസിനസ് സ്ഥാപനവുമായിട്ട് നമ്മൾ ഒന്ന് ചേർന്ന് പോകുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് യൂണിറ്റ് 5ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 5 യൂണിറ്റുകളാണ് നമുക്ക് വൊക്കേഷണൽ സ്കില്ലിന്റെ ഭാഗമായിട്ട് പഠിക്കുവാനുള്ളത്. അടുത്തത് പാർട്ട് സി, പ്രാക്ടിക്കൽ വർക്ക് എന്നുള്ളത്. നമ്മുടെ പാർട്ട് ബിയില് വൊക്കേഷണൽ സ്കിൽസില് ഏറെ പാർട്ടുകളും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പ്രാക്ടിക്കൽ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എവാലുവേഷൻ ആണ് പാർട്ട് സിയിൽ വരുന്നത്. അതിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിട്ടേൺ ടെസ്റ്റും വൈവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത പാർട്ട് ഡി എന്നുള്ളത് പ്രൊജക്ട് വർക്കും ഫീൽഡ് വിസിറ്റും ഉൾപ്പെടുന്നതാണ്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ ഫയല് അഥവാ സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോയുടെ എവാലുവേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വൈവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 4 പാർട്ടുകൾ, പാർട്ട് എ എംപ്ലോയബിലിറ്റി സ്കില്ല്, പാർട്ട് ബി വൊക്കേഷണൽ സ്കിൽസ്, പാർട്ട് സി പ്രാക്ടിക്കൽ വർക്ക് ആൻഡ് പാർട്ട് സി പ്രൊജക്ട് വർക്ക് ഓർ ഫീൽഡ് വിസിറ്റ്, ഇത്രയും ഉൾപ്പെടുന്നതാണ് വൊക്കേഷണൽ സബ്ജക്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 പാർട്ടുകളാണ് നമ്മൾക്ക് 1ാം വർഷത്തില് കവർ ചെയ്യുവാനായിട്ട് ഉള്ളത്. ഇനി നമ്മളുടെ AFD എന്ന കോഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ ജോലി സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാം. ഫാഷൻ ഡിസൈനർ, നിറ്റ്വെയർ ഡിസൈനർ, കോസ്റ്റ്യൂം ഡിസൈനർ, ടെക്സ്റ്റൈൽ ഡിസൈനർ, ഫാഷൻ ആക്സസറീസ് ഡിസൈനർ, കട്ടിംഗ് അസിസ്റ്റന്റ്, CAD ഡിസൈനർ, പാറ്റേൺ മേക്കർ, ഫാഷൻ കൺസൾട്ടന്റ്, ഫാഷൻ മർച്ചൻഡൈസർ, ഫാഷൻ കോർഡിനേറ്റർ, ഇതെല്ലാം തന്നെ ഈ ഒരു മേഖലയിലുള്ള വിവിധ തൊഴിൽ സാധ്യതകളാണ്. നിങ്ങളുടെ ഈ AFD എന്ന കോഴ്സ് വെച്ചുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഒരു അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഹയർ സ്റ്റഡീസിൽ പോവുകയാണെങ്കിൽ അല്പം കൂടി ഉയർന്ന മേഖലയിലെ ജോലികളും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇതെല്ലാം ഈ ഒരു മേഖലയിലെ വിവിധ ജോലി സാധ്യതകളാണ്. അതേപോലെ തന്നെ ഈ മേഖലയിൽ ഒത്തിരി ഹയർ സ്റ്റഡീസിന്റെ സാധ്യതകളും ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ കോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഉപരിപഠനം സാധ്യമാകുന്ന വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID, അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈനിങ് സെന്റർ ATDC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി IIHT, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള IFTK, JD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, പോളിടെക്നിക്കുകൾ, വിവിധ യൂണിവേഴ്സിറ്റി കോളേജുകൾ എന്നിവയിലെല്ലാം തന്നെ നമ്മൾക്ക് ഉപരിപഠന കോഴ്സുകൾ ഉണ്ട്. വിവിധ ഡിപ്ലോമ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ തുടങ്ങിയവയെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നും അതെല്ലാം കോഴ്സ് സെന്ററുകൾ എവിടെയെല്ലാം ആണ് എന്നുള്ളതെല്ലാം നമ്മൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കണ്ടെത്തുവാൻ സാധിക്കും.
അപ്പൊ നമ്മളുടെ ഒരു AFD കോഴ്സിനെ പറ്റി പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വിവിധ യൂണിറ്റുകളെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ അഥവാ AFD എന്ന ജോബ് റോളിനെ സംബന്ധിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ വിവിധ യൂണിറ്റുകളിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളെല്ലാം തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊപ്പം പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലും ആക്ടിവിറ്റീസുകളിലും എല്ലാം പങ്കെടുത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുക എന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ഇഷ്ടമുള്ള ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതും അതുവഴി ജീവിത വിജയം സാധ്യമാക്കുക എന്നുള്ളതും. നിങ്ങൾ ഈ കോഴ്സിന് അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ അഥവാ AFD എന്ന വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾ ചേർന്നതിലൂടെ നിങ്ങളുടെ പാഷനും പ്രൊഫഷനും ഒന്ന് ചേർന്ന് നല്ല ഒരു ജോലി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും അതുവഴി നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.